ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ 1/4 കപ്പിൽ തന്നെ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 കപ്പ് സാധാരണ ചൂടുവെള്ളമാണ് ചേർക്കൽ. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേർക്കണ ആ സമയത്ത് തന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര ബ്രൗൺ ആയിട്ടുള്ളത് അത് കട്ടായിട്ട് നിൽക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഒഴിച്ചത് കുറച്ച് ഏറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് തിളപ്പിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിലാണ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ ഒരു 10 ഈത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു 10 ചെറീസ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും പിന്നെ കുറച്ച് മുന്തിരിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാനായിട്ട് വെക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 ഏലക്കായും 3 ഗ്രാമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് പട്ടയാണ്. അപ്പോൾ പട്ട പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു 3 തവണ ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിൽ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഒന്ന് ബീറ്റായി വന്നാൽ നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് കൂടി അടിച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നല്ല പോലെ ബീറ്റായൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്തത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ഷുഗർ കാരമലൈസ് ചെയ്ത്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ ചെയ്യണത്. ഞാനിപ്പോൾ പകുതിയുള്ള എടുത്തിട്ട് ആ പകുതി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. പിന്നെ വിസിൽ ഊരി മാറ്റാൻ ശ്രദ്ധിക്കണം. കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ടത് വെന്തോ എന്ന് നോക്കാം. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊരു കേക്ക് ടിന്നിൽ നിന്നും ഇതൊന്ന് മാറ്റിയെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അടിവശമൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ അരമണിക്കൂറിൻ്റെ മുന്നേ നമ്മളത് തുറന്ന് നോക്കരുത്. ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം, സോഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. പിന്നെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു കേക്ക്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.